നമുക്കൊന്ന് ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഓക്കെ? എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കേണ്ട തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കൊന്ന് ഒരു കുഞ്ഞു പ്രാർത്ഥന ചൊല്ലിയിട്ട് തുടങ്ങാം. എല്ലാവരും ഒന്ന് സ്തുതിയൊക്കെ പിടിച്ചൊന്ന് കണ്ണടച്ചേ. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇന്നിവിടെ ഈ ഒരു ഓൺലൈനില് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയതിന് ഈശോയെ ഞങ്ങൾ താങ്ക് യു പറയുന്നു. ഈശോയെ, ഈ ഒരു സമയങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വചനം പഠിച്ചില്ലായിരുന്നോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? വചനം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഒരു 2 ചേച്ചിമാര്, ഞാനും വേറൊരു ചേച്ചി കൂടി ഉണ്ടായില്ലേ? ഏതായിരുന്നു ഒരു കുഞ്ഞേ വചനം? ഓർമ്മയുണ്ടോ? ഒന്ന് മൈക്കോണാക്കി പറയോ ഒരാള്? ഓർമ്മയുള്ള ഒരാള്? ജെറമിയ ആയിരുന്നു. ജെറമിയ. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. പഠിച്ചത് ഓർമ്മയില്ലേ? ജെറമിയ 31:3. ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരൊന്ന് തംസപ്പ് കാണിച്ചു നോക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ നോക്കട്ടെ. യെസ്, അന്ന തംസപ്പ് കാണിച്ചു. ഓക്കെ. നമ്മുടെ ക്ലാസ്സിലപ്പോ അറിയാത്തവർക്ക് കേട്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വചനം പഠിച്ചായിരുന്നു. ജെറമിയ, ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഇന്നിപ്പോ ഒരു അടിപൊളി ആക്ഷൻ സോങ് പഠിച്ചാലോ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങിയില്ലേ? ഒരു പൃഥ്വിരാജിന്റെ സിനിമ. ഏതാണെന്നറിയോ? ആ, അതന്നെ, ആടുജീവിതം. ആടുജീവിതം ഇറങ്ങി. നിങ്ങൾ കണ്ടോ? ആടുജീവിതം കണ്ടായിരുന്നോ? ആരൊക്കെ കണ്ടു ആടുജീവിതം? നോ, കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കെന്നാ പുതിയ പടമല്ല ആടുജീവിതം, നമുക്കെന്നൊരു പുതിയൊരു ആടിന്റെ തന്നെ ഒരു പാട്ട് പഠിച്ചാലോ? ഒരു കുറെ 100 ആടുള്ള ഒരു ഇടയന്റെ പാട്ട് പഠിച്ചാലോ? കിട്ടിയോ? കുറെ പേർക്ക് ഇങ്ങനെ ബൾബ് കത്തണ പോലെ കത്തുണ്ടല്ലോ. പാട്ട് കിട്ടിയെന്ന് തോന്നുന്നു. കേട്ടുണ്ടോ ഒരു ആടിന്റെ പാട്ട്? ഒരു ആക്ഷൻ സോങ് ആടിന്റെ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പാട്ട്. സ്റ്റാർട്ടിങ് തന്നെ ഒരു അടിപൊളി പാട്ട് വെച്ച് തുടങ്ങാം അല്ലെ? ഓക്കെ, റെഡി? റെഡി ആയാലും തംസപ്പ് കാണിച്ചു നോക്കട്ടെ. ആരൊക്കെ റെഡി നോക്കട്ടെ. റെഡി ചേച്ചി, നിങ്ങൾ റെഡി ആയാലും ചേച്ചിക്ക് ഉഷാറുണ്ടാവുള്ളൂ. ഓക്കെ, ആരൊക്കെ റെഡി? ഓക്കെ ഓക്കെ. അതെ, ഒരാള് പാടുണ്ടല്ലോ പാട്ട്. അത് തന്നെ, 100 ആടുള്ള ഒരു ഇടയൻ. യെസ്. ഇതിന്റെ ആക്ഷൻ അറിയോ നിങ്ങൾക്ക്? അറിയില്ല അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് അത് പഠിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാരും ഉഷാറായിട്ടിരുന്നോ? പാട്ട് ആദ്യം പറഞ്ഞുതരാം കേട്ടാ. 100 ആടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. ഒന്ന് ഒരുമിച്ച് പാടിയേ. 100 ആടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. കിട്ടിയോ? നമ്മളിത് കേട്ടിട്ടില്ലേ ബൈബിളില്? ഒരു ഉപമയില്ലേ? 100 ആടുള്ള ഒരു ഇടയൻ ഒരെണ്ണത്തിനെ കാണാതെ പോയപ്പോ അന്വേഷിച്ചു പോയത്. ആ ഉപമേലെ പാട്ടാ. ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നുകൂടി പാടാം. 100 ആടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെ പോയി. അത് കേട്ടിട്ടുണ്ട് കേട്ടോ. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. പാടാം, കിട്ടിയോ? അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. 100 ആടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. ഒന്നിച്ചു പാടാം. 100 ആടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. ഓക്കെ, ഇനി ഓക്കെ, ഇനി കുറച്ച് ലൈനും കൂടി ഉണ്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആക്ഷൻ പഠിക്കാം. ഓക്കെ, റെഡി? ഭയങ്കര സിമ്പിൾ ആക്ഷനാ. ഓക്കെ, എന്നിട്ട് ഇതുണ്ടല്ലോ, ഒരെണ്ണത്തിനെ കാണാതെ പോയി. അപ്പൊ എന്തായി? ഇടയന് ഭയങ്കര സങ്കടമായി. അപ്പൊ എന്താ എല്ലാരും എന്താ പറഞ്ഞേ? ഒറ്റയൊരെണ്ണമല്ലേ പോയത്, സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയന് ഉറക്കം വന്നില്ല.
ഒറ്റയൊരെണ്ണമല്ലേ പോയത് സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയന് ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ തള്ളിക്കളയാ ആകുമോ കുഞ്ഞാടെ. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എന്റേതല്ലേ കുഞ്ഞാടെ തള്ളിക്കളയാ ആകുമോ കുഞ്ഞാടെ. കിട്ടിയോ? എങ്ങനെയുണ്ട് പാട്ട്? നല്ല സൂപ്പർ ലൈൻസ് അല്ലേ? നമുക്കിതിന്റെ ആക്ഷൻ ഒന്ന് പഠിച്ചാലോ? ആക്ഷൻ പഠിക്കാൻ റെഡിയാണോ? ഭയങ്കര ഭയങ്കര ക്യൂട്ട് ആക്ഷൻസാ. റെഡിയാണോ? ഓക്കെ, എല്ലാവരും ഒന്ന് ചാടി കഴിഞ്ഞേ നോക്കട്ടെ. ഇരുന്നൊന്നും കളിക്കാൻ പറ്റില്ല ഇത്. എല്ലാവരും ഒന്ന് ചാടി കഴിഞ്ഞേ. ആക്ഷൻ അറിയണവർക്ക് ക്യാമറ ഓൺ ആക്കി കളിച്ചോ. ഓക്കെ, റെഡി? എഴുന്നേറ്റോ? എല്ലാവരും എഴുന്നേറ്റോ? കോളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് റെഡി ആയിരുന്നു. ഓക്കെ, എന്റെ കൂടെ ഒരു എന്റെ അനിയനും കൂടി ഉണ്ട് ആക്ഷൻ പഠിപ്പിക്കാൻ നിങ്ങളെ. ഓക്കെ ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. നൂറാടുള്ളൂ നാടിനെ വിളിക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെ പോയി. കിട്ടിയോ? എങ്ങനെയാ ആടിനെ മേയ്ക്കാൻ പോണേ? വടിയൊക്കെ പിടിച്ച് നമ്മൾ ആടിനെ മേയ്ക്കാൻ പോണേ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. നൂറാടുള്ളൂ എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി പോയി. നൂറാടുള്ള എന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെ പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടം എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, എങ്ങും കണ്ടില്ല. നൂറാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. നൂറാടിനെ മേയ്ക്കാൻ പോയി, ഒന്നിനെ പോയി. ഒറ്റയൊരെണ്ണമല്ലേ പോയത് സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയന് ഉറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയത് സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയന് ഉറക്കം വന്നില്ല. കുഞ്ഞാടെ എന്തിനല്ലേ കുഞ്ഞാടെ തള്ളിക്കളയാ. ഒന്നെങ്കിലും കുഞ്ഞാടെ എന്തിനല്ലേ കുഞ്ഞാടെ തള്ളിക്കളയാ. നൂറാട് പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാൻ പോയി. നൂറാട് നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാൻ. ഏട്ട പഠിച്ചേ. ആക്ഷൻ സോങ് ഇഷ്ടമായവരൊന്ന് ഒന്ന് തംസപ്പോ കയ്യടിയോ എന്തെങ്കിലും കാണിച്ചാൽ നോക്കട്ടെ. ഇത്ര പേർക്ക് ആക്ഷൻ സോങ് ഇഷ്ടമായ നോക്കട്ടെ. ആ അതെ, അന്ന ചോന അതെ കുറെ പേര് തംസപ്പ്. ഓക്കെ ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ സുജാൻഡി ഇരിക്കുന്നുണ്ട്. സുജാൻഡിനെ ഒന്ന് വെൽക്കം ചെയ്താലോ? റെയിൻ ക്ലാപ്പ് അറിയോ നിങ്ങൾ? റെയിൻ ക്ലാപ്പ് പഠിച്ചായിരുന്നോ? റെയിൻ ക്ലാപ്പ് പഠിച്ചായിരുന്നോ? ഇല്ല, പഠിച്ചിട്ടില്ല. കുറച്ച് പേര് പഠിച്ചിട്ടില്ല, കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് റെയിൻ ക്ലാപ്പ് ഒന്ന് പഠിച്ചിട്ട് സുജാനെ വെൽക്കം ചെയ്യും. റെയിൻ ക്ലാപ്പ് ചെയ്ത് വെൽക്കം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ എടുത്ത വൺ ഫിംഗർ എടുത്ത ഒരു ഫിംഗർ ഓക്കെ. ഇങ്ങനെ 1 2 3 4 5. ഒരു റെയിൻ പോലെ ഉണ്ടല്ലേ? മനസ്സിലായില്ലേ? ഒന്നുകൂടി ചെയ്താലോ? റെയിൻ ക്ലാപ്പ് ആണ്, റെയിൻ ക്ലാപ്പ്. ഓക്കെ, അടുത്തൊരു സ്റ്റാർട്ട്. 1 2 3 4 5. യെസ്, അപ്പൊ നമുക്ക് എന്നാ സുജാനെ വെൽക്കം ചെയ്യാം അല്ലേ? ഓക്കെ. ഹലോ
എല്ലാരും റെയിൻ ക്ലാപ്പ് ഒക്കെ പഠിച്ചാ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞോട്ടോ. കുറച്ച് പേരല്ലേ ഉള്ളൂ. നമ്മൾ കിഡ്സിന്റെ ചെയ്യുമ്പോഴാണ് നമ്മൾ മ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ നല്ല സീനിയർ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളോട് പറഞ്ഞാലൊക്കെ അനുസരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് നിങ്ങളെ ഞങ്ങള് മ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ? പാട്ട് ഇഷ്ടപ്പെട്ടോ ചേച്ചി പഠിപ്പിച്ചത്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയുന്നവരൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. തൊഴിലാളികളുടെ മധ്യസ്ഥന്റെ തിരുനാള് വിശ്വ പിതാവിന്റെ. അത് ആരാ പറഞ്ഞേ? മേരി ഷാൽബിൻ. ഓക്കെ, യോസേപ്പ് പിതാവിന്റെ തിരുനാൾ. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ, തൊഴിലാളി ദിനം. തൊഴിലാളി ദിനം. അതല്ലാണ്ടൊരു പ്രത്യേകത ഉണ്ട്. ആദ്യം പറഞ്ഞ ആളുടെ പേരിൽ അതിന്റെ ക്ലൂ ഉണ്ട്. വണക്കമാസ ദിനം. വണക്കമാസം തുടങ്ങാണ്. മാതാവിന്റെ വണക്കമാസം തുടങ്ങാണ്. അപ്പൊ രണ്ട് പ്രത്യേകതയാണ്. ഇന്ന് യോസേപ്പ് പിതാവിന്റെ തിരുനാളുമാണ്. പിന്നെ ആരുടെയാ? മാതാവിന്റെ വണക്കമാസം തുടങ്ങുന്നു അല്ലേ? ഈ യോസേപ്പ് പിതാവും മാതാവും ആരാ? ഈശോയുടെ പാരന്റ്സ് ആണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഒരു പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് അല്ലേ? ഈശോയുടെ വളർത്തുപിതാവാണ് യോസേപ്പ് പിതാവ്, അമ്മ മറിയം. അപ്പൊ മാതാവിനെ നമ്മൾ വണങ്ങുന്നു അല്ലേ? ആ വണക്കമാസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതിലൊരു പ്രത്യേകത, ഈശോ ആരാ? ഈശോ ആരാ? വേം പറഞ്ഞോ. ദൈവപുത്രൻ. ഈശോ ദൈവപുത്രനാണ് അല്ലേ? അപ്പോ ഈ ദൈവം ഉണ്ടാവട്ടെ എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞു. ആകാശം ഉണ്ടായതേ, രണ്ടാമത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഭൂമിയാണ്, ഇങ്ങനെ എല്ലാ സാധനവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഉണ്ടാക്കിയ ദൈവം തന്റെ മകനെ ഈ ഭൂമിയിലേക്ക് വിടാനായിട്ട് അങ്ങനെയാണോ ചെയ്തേ? ആണോ? സ്വന്തം മോന് ഈ ഭൂമിയിലേക്ക് നേരെ ഈശോയ്ക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ലാൻഡ് ചെയ്യുന്നത് ഈശോയ്ക്ക് പെട്ടെന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യായിരുന്നു അല്ലേ? പക്ഷെ ഈശോ ലാൻഡ് ചെയ്ത് അങ്ങനെ ലാൻഡ് ചെയ്യുകയാണോ ചെയ്തേ? ആണോ? അല്ല. ഈശോയ്ക്ക് ഒരപ്പനുണ്ടായി, അമ്മയുണ്ടായി. ദൈവം എന്ത് ചെയ്തു? ഒരു ഗ്രാമത്തിലുള്ള ഒരു മേരി എന്ന് പറഞ്ഞ ഒരു സാധാരണ നമ്മളെ പോലത്തെ ഒരാളുടെ വീട്ടിൽ പോയി ആ മേരിയുടെ പെർമിഷൻ ഒക്കെ മാലാഖയെ കൊണ്ട് ചോദിച്ചപ്പോ മേരി എന്താ പറഞ്ഞേ? ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീയുടെ പെർമിഷൻ ഒക്കെ ദൈവം വാങ്ങിയിട്ട് ഈശോയ്ക്കൊരു അമ്മേനെ കൊടുത്തു. അതുപോലെ വേറൊരു അപ്പൻ വേണ്ടേ? അപ്പനെയാണ് യോസേപ്പ് പിതാവ് ഉറങ്ങിക്കിടന്ന അപ്പനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈശോയ്ക്ക് അപ്പനും അമ്മയും ആവശ്യമാണ് ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും വളരാനും. കാരണം ദൈവപുത്രനായ ഈശോ മനുഷ്യനായിട്ടല്ലേ ഭൂമിയിൽ വന്നേ. അങ്ങനെ ദൈവം ഈശോയ്ക്ക് ഒരു പാരന്റ്സിനെ കൊടുത്തു അല്ലേ? നിങ്ങൾ പറഞ്ഞു ഈശോയുടെ പാരന്റ്സ് ആണ് യോസേപ്പ് പിതാവും മറിയുന്നു. നിങ്ങൾക്ക് പാരന്റ്സ് ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പോ നമ്മള് പാരന്റ്സിന്റെ കാര്യം പറഞ്ഞു. ഈശോ പാരന്റ്സിന്റെ അടുത്ത് എങ്ങനെയായിരുന്നു ജീവിച്ചെന്ന് അറിയാമോ? അതൊരു പാരന്റ്സിനോട് ഈശോ എങ്ങനെ ജീവിച്ചെന്നുള്ളത് ഒരു വചനത്തിൽ പറയുന്നുണ്ട്. അതാണ് ലൂക്ക 2:52. ലൂക്ക് 2:52. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. മോളുടെ പേരെന്തായിരുന്നു? അന്ന മരിയ ജോൺ. രണ്ടുപേരും കൂടി ഇരുന്ന്, ചേച്ചി അനിയത്തും കൂടി ഇരുന്നിട്ടാണോ പറയുന്നത്? അപ്പം ലൂക്ക 2:52 ഈശോ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു അല്ലെ? അതിന് തൊട്ടു മുന്നേ 2:51 പറയുന്നുണ്ട് ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന്. എങ്ങനെ ജീവിച്ചേ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു അല്ലെ? രണ്ട് കാര്യമുള്ളൂ. ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട്, ഈശോയ്ക്ക് പാരന്റ്സ് ഉണ്ട്, ഓക്കെ? നമുക്കും പാരന്റ്സ് ഉണ്ട്. ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. നിങ്ങൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടാണോ ജീവിക്കുന്നത്? അത് ആ ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളൂ. ആണോ? മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന എത്ര മക്കളുണ്ട്? ഒരാള് കൈവക്കിയാളുടെ പേരെന്താ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ. ജോവാന, മരിയ, ഷൈൻ, സെബാസ്റ്റ്യൻ, ജോൺ,
ജോഅന, റോസ്, ഇവാൻ ആൻഡ് എഡ്വിൻ, കുറെ പേരെ കണ്ടല്ലോ. നമ്മൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്? ആണ്. രണ്ടുപേരും അങ്ങനെ ജീവിക്കുന്നത്. അയ്യോ, ബാക്കിയുള്ളവരോ? അപ്പൊ നമ്മൾ ഈശോയുടെ മക്കളാണെങ്കിൽ ഈശോ ജീവിച്ച പോലെ ജീവിക്കണ്ടേ? ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. പിന്നെ പറയുന്ന ഒരു കാര്യം, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. നമ്മൾ അങ്ങനെയാണോ? ഇവാൻ ആൻഡ് എഡ്വിൻ, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണോ നമ്മളൊക്കെ വളരുന്നേ? അതെ. ആണ്. അന്ന മരിയ? അതെ. ഓക്കെ, അപ്പൊ നല്ല അടിപൊളി കുട്ടികളാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ ഒന്നും ആവശ്യമില്ല, നല്ല മിടുക്കന്മാരും മിടുക്കത്തികളുമാണ് കേട്ടോ. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നമ്മള് ഈശോ ജീവിച്ച പോലെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുക. അതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുക. ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂളിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുണ്ടോ? ടീച്ചേഴ്സിന്റെ വഴക്ക് കേട്ടിട്ടുള്ളവരൊന്ന് കൈവക്കി കാണിച്ചേ. പാരന്റ്സിന്റെ വഴക്ക് കേട്ടിട്ടുള്ളവര്, ഫ്രണ്ട്സുമായിട്ട് വഴക്ക് കൂടിയിട്ടുള്ളവര്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും പ്രീതിയിലാണോ വളർന്നേ? ഇടയ്ക്കൊക്കെ നമുക്ക് കുഞ്ഞു കുറുമ്പൊക്കെ കാണിക്കാം. അത് കുഴപ്പമില്ല, നമ്മൾ കുട്ടികളായതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുറുമ്പൊക്കെ കാണിക്കും. ഈശോയ്ക്ക് അത് അറിയാം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ വചനമൊക്കെ തന്നേക്കുന്ന വചനമൊക്കെ അനുസരിച്ച് നല്ല കുട്ടികളായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ രണ്ട് കാര്യം, നമ്മൾ ഇന്ന് പാരന്റ്സിനെ കുറിച്ച്, ഈശോയുടെ പാരന്റ്സിന്റെ പ്രാധാന്യമുള്ള ഒരു ദിവസമായതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പാരന്റ്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈശോ ജീവിച്ച പോലെ അങ്ങനെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരാന്നൊക്കെ പറഞ്ഞു അല്ലേ? ആരൊക്കെ പാരന്റ്സിനെ, അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നവരാരൊക്കെ ഉണ്ട് വീട്ടില് ജോലികളില്? സത്യസന്ധമായിട്ട് ഉത്തരം പറയണം കേട്ടോ, എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസാ. കുറെ പേരൊക്കെ കൈപൊക്കി അല്ലേ? നല്ല കുട്ടികൾ കേട്ടോ. ഓക്കെ, പിന്നെ വെക്കേഷനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമല്ല ആന്റി ചോദിച്ചേ. ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയണൊക്കെ അനുസരിക്കണുണ്ടോ? ഇവിടെ എന്റെ വീട്ടിലുണ്ട് ഭയങ്കര കുറുമ്പന്മാരും, അനുസരണയൊക്കെ കൊച്ചിൽ കുറവാ. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും അവരെ. നിങ്ങളും അതുപോലെ ഇടയ്ക്ക് അനുസരണക്കേടൊക്കെ കാണിക്കാറുണ്ടാ? ഉണ്ട്. അന്നാമരിയ പറഞ്ഞു ഇടയ്ക്ക് അനുസരണക്കേടൊക്കെ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഈശോയുടെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഇവാമരിയൻ തമ്പിട്ടു ഇടയ്ക്ക് അനുസരണക്കേടൊക്കെ കാണിക്കാറുണ്ടെന്ന്. അപ്പം നമ്മൾ ഈശോയുടെ മക്കളായി ജീവിക്കുമ്പോൾ ഈശോയെ പോലെ ജീവിക്കണം. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ പാരന്റ്സ് എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ 1 പവൻ സമ്മാനമാണ്. നമ്മളിങ്ങനെ ഓഫറാണ് കേട്ടോ. ജനിച്ച് അന്ന് തന്നെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്ത് ഫുഡൊക്കെ തന്നെ വാരി കഴിച്ച് നന്നായി ഓടി നടന്ന ആരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തില്? ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇപ്പം 1 പവൻ സ്വർണം ഉണ്ടോ? നിങ്ങൾ എന്താ എല്ലാരും മ്യൂട്ട് ചെയ്തിരിക്കും? നിങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ. ആരുമില്ല? അപ്പൊ സ്വർണം എനിക്ക് കേട്ടോ. അപ്പൊ സ്വർണം എനിക്ക്. അങ്ങനെയല്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ച് ആരും ആൻസർ പറഞ്ഞില്ലെങ്കിൽ ക്വിസ് മാസ്റ്റർക്കാണ് സമ്മാനം. അതുപോലെ 1 പവൻ എനിക്ക് തിരിച്ചെടുത്തു ഞാന്. അപ്പം നമ്മൾ ആരും അങ്ങനെയല്ല വളർന്നത് അല്ലേ? അപ്പോ നമ്മള് പാരന്റ്സ് നിങ്ങൾ ആദ്യമായിട്ട് ജനിച്ച് പിന്നെ നിങ്ങൾ അങ്ങനെയല്ല വളർന്നത്. നമ്മൾ ആരെങ്കിലും ഉണ്ടായി പിറ്റേ ദിവസം രാവിലെ അമ്മ വിശക്കുന്നു, എനിക്ക് പാല് വേണമെന്ന് പറഞ്ഞോ? ഇല്ല. എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം, ഒന്ന് കൈയും കാലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് വരണം, അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പറ്റിയോ? ഒന്നും പറ്റിയില്ല അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഭയങ്കരമായിട്ട് നമ്മുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വളർന്നത് അല്ലേ? അല്ലേ? അവര് നമ്മളെ എടുത്തോണ്ട് നടന്ന് ചോറൊക്കെ വാരി തന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഉറക്കളച്ച് രാത്രി പകലൊക്കെ കിടന്നുറങ്ങിയിട്ട് രാത്രി വേഗൂന്ന് കരഞ്ഞ് അമ്മ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ? അവരെന്തോരം ഉറക്കളച്ച് കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയേ അല്ലേ? അല്ലേ? അപ്പൊ അതൊക്കെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? പാരന്റ്സ് പറയുന്ന അനുസരിക്കണം, പാരന്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലേ? ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? യേശുപിതാവിന്റെയും മാതാവിന്റെയും യേശുപിതാവിന്റെ തിരുനാളാണ്. വണക്കമാസം തുടങ്ങാണ്. അപ്പൊ നമുക്കൊരു നമ്മുടെ പാരന്റ്സ്, നമ്മൾ ഒട്ടും ഇൻഡിപെൻഡന്റ് ആയിരുന്നില്ല, ഫുള്ളി നമ്മൾ ഡിപ്പെൻഡന്റ് ആയിരുന്നു പാരന്റ്സിന് അല്ലേ? ഇപ്പോഴാണെങ്കിലോ ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ നമ്മൾ ഇത്തിരി കഴിയട്ടെ എന്ന് പറയും.
പണ്ട് നമ്മൾ ഇവിടെ കിടന്ന് കരയുമ്പം അമ്മ ഇത്തിരി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മീൻ പോലും അവിടെ ഇട്ട് കൈ കഴുകി ഓടി വന്ന് നിങ്ങളെ എടുക്കുമായിരുന്നു അല്ലേ? നമ്മളിപ്പം ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം അമ്മ ഒന്ന് അടുക്കളയിലേക്കോ എവിടേക്കെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? കുറച്ച് കഴിയട്ടെ. പഠിക്കാൻ പറഞ്ഞാലോ കുറച്ച് കഴിയട്ടെ അല്ലേ? അതുപോലെ അപ്പ എന്ന് ഹെൽപ്പ് ചെയ്യാൻ അപ്പ പറയും ഒന്ന് എൻ്റെ വണ്ടി ഒന്ന് തുടച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിച്ചണിൽ പോയി എടുത്തോണ്ട് താന്നൊക്കെ പറയുമ്പോഴോ അപ്പയ്ക്ക് എടുത്തൂടെ? അല്ലെങ്കിൽ അമ്മേനെ വിളിച്ചുകൂടെ? ഞാൻ മാത്രം ചെയ്യണോ? ചേട്ടൻ ചെയ്യില്ലേ? ചേച്ചി ചെയ്യില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? നമുക്ക് ഇന്ന് ഈ ഒരു മാസം അങ്ങനെ ആ ഒരു തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി അപ്പയും അമ്മയും ഒക്കെ പറയണതനുസരിച്ച് ഈശോ ജീവിച്ച പോലെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നമ്മൾ ഈ ഒരു മാസം സ്കൂൾ തുറക്കണ വരെ അങ്ങനെ ഒന്ന് ജീവിക്കാന്നൊരു തീരുമാനം എടുത്ത് എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? നന്നായിട്ടുണ്ടാവും. നന്നായിട്ടുണ്ടാവും. ആരാണ്? പേരെന്തായിരുന്നു മോന്റെ? റിയാൻ. റിയാൻ. ആ റിയാൻ പറഞ്ഞു നന്നായിട്ടുണ്ടാവുന്ന. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ? ഇന്ന് തന്നെ നമ്മുടെ റൂമിൽ എഴുതി വെക്കാം. ലൂക്ക 2:51 ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. 2 ലൂക്ക 2:52 ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. ഈ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ അവധിക്കാലത്ത് വീടിന്റെ മുറ്റത്ത് ക്രിക്കറ്റ് കളിച്ച് ഫുട്ബോൾ കളിച്ച് അപ്പുറത്തെ വീട്ടിലെ വയസ്സായ അമ്മാമ്മച്ചിയായിരിക്കും അവരുടെ വീട്ടിലേക്ക് ബോൾ എറിഞ്ഞ് അവരെ കഷ്ടപ്പെടുത്തി. അപ്പൊ നമ്മൾ മനുഷ്യരുടെ പ്രീതിയിലാണോ? അല്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ചെയ്യുന്ന, നമുക്ക് അവരോരെന്താ ചെയ്യുന്നതെന്ന് അവനോനറിയാം അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും നമ്മുടെ കുഞ്ഞു കുഞ്ഞു അഭ്യാസങ്ങളൊക്കെ നമ്മളൊന്ന് നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു മാസം നല്ല കുട്ടികളായി വിധേയപ്പെട്ട് ഈശോ ജീവിച്ച പോലെ വിധേയപ്പെട്ട്, അതുപോലെ പിന്നെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന പോലെ അങ്ങനെ നമ്മൾ വളരാനുള്ളൊരു ശ്രമമാണ് ഇന്ന് തൊട്ട്. റെഡിയല്ലേ? ഇന്ന് മാതാവിന്റെ വണക്കമാസം ഒക്കെ നമ്മൾ വായിക്കും അല്ലെ? വണക്കമാസം തുടങ്ങും നമ്മുടെ വീട്ടിലൊക്കെ. അപ്പൊ നമ്മൾ വണക്കമാസം ഒക്കെ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വേണം മാതാവിനെ ഒന്ന് എടുത്തു വെച്ച് മാതാവിന്റെ അടുത്ത് ഇത്തിരി പൂവൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് ഡെക്കറേറ്റ് ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കാം? മാതാവേ, ഈശോയെ വളർത്തിയ പോലെ എന്നെയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരെയും പ്രീതിയിൽ വളർത്തണേന്ന് പ്രാർത്ഥിക്കണം. കാരണം ഉണ്ടല്ലോ, നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ കൊണ്ട് തോറ്റിരിക്കുക. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയണ കേട്ടിട്ടുണ്ടാ? അപ്പൊ അങ്ങനെ തോറ്റിരിക്കുമ്പോ പിന്നെ ആർക്കാ നമ്മൾ നല്ല കുട്ടികളെ വളർത്താൻ പറ്റുക? മാതാവിന് അല്ലേ? അപ്പൊ മാതാവിനോട് പറയേ, ഉണ്ണീശോയെ വളർത്തിയ പോലെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയില് എന്നെ വളർത്തണേന്നൊന്ന് പ്രാർത്ഥിക്കൂ എല്ലാരും. അപ്പൊ എഴുതി വെക്കണം, പ്രാർത്ഥിക്കണം. റെഡിയല്ലേ? റെഡിയല്ലേ? നിങ്ങൾക്കൊരു ക്രാഫ്റ്റ് ചെയ്യാൻ തന്നു. നിങ്ങൾ ആ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയായിരുന്നോ? ആരെങ്കിലും ഉണ്ടാക്കിയവരുണ്ടോ ഈ കൂട്ടത്തില്? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോ ഒരു സിമ്പിൾ ആയിട്ട് ഇതെല്ലാരും ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അയച്ചു തരണം. ഞാനൊരു ഗൂഗിൾ ഡ്രൈവിന്റെ ഇതൊക്കെ ഇട്ട് തന്നില്ലേ ഗ്രൂപ്പില്? ഇതൊക്കെ വല്ലവരും നോക്കുന്നുണ്ടോ? നിങ്ങൾ ആ ഗ്രൂപ്പിലും കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ ഇടണം. അപ്പോൾ ഈ വരാത്തവർ, ഇത്രയും പേര് ജോയിൻ ചെയ്തിട്ട് വരാത്തവരൊക്കെ ഒന്ന് ചമ്മിപ്പോണ്ടേ? ചെയ്യോ? അപ്പൊ നമുക്ക് ഇന്ന് നമ്മളൊരു കുഞ്ഞു സാധനം നിങ്ങളെ പോലെയുള്ള ഒരാൾ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരും, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. ഓക്കെ, റെഡിയല്ലേ? അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു മനോജച്ചൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ബുധനാഴ്ച നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് കൂട്ടുകൂടാനൊക്കെ വരാനിരുന്ന മനോജച്ചനായിരുന്നു. മനോജച്ചൻ കുഞ്ഞിപ്പിള്ളേരുടെ 10 വയസ്സിൽ താഴെയുള്ളവരുടെ ഒക്കെ കയറി അവർക്ക് നല്ല അടിപൊളി കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് റെഡിയായി ഇരിക്കുമായിരുന്നേ. ആ ബുധനാഴ്ച അച്ഛനൊരു കുഞ്ഞ് ആക്സിഡന്റ് ഒക്കെ പറ്റി. അച്ഛൻ റെസ്റ്റിലായി. അതുകൊണ്ടാണ് ബുധനാഴ്ച അച്ഛൻ വരാതിരുന്നത് കേട്ടോ. ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ നിങ്ങളോട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയും. അപ്പോഴേക്കും നമുക്കൊരു കുഞ്ഞി ക്രാഫ്റ്റ് പഠിക്കാം. റെഡിയല്ലേ? ഇതെല്ലാവരും ഉണ്ടാക്കണം. വളരെ സിമ്പിളാ കേട്ടോ. നമുക്ക് ക്രാഫ്റ്റ് കാണിച്ചു തരുന്നത് ജോഷയാണ്. നമുക്ക് ജോഷ എന്താ പറയണേന്ന് നോക്കാം. ഹലോ, കേൾക്കാവോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഴു, കാറ്റർപില്ലർ.
കാറ്റർപില്ലർ സാധാരണ എവിടെ ഇരിക്കാറ്? ആരെങ്കിലും ഉത്തരം പറ. ഇലയുടെ മേലെ. ആ അത് തന്നെ. ഇതാ ഞാനൊരു ഇല ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അത് ഇത് നമ്മള് ഇതുപോലെ ഏതാണ്ട് ഒരേ സൈസുള്ള കുറച്ച് പേപ്പർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഒട്ടിക്കണം. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഞാൻ റൗണ്ട് ഷേപ്പ് ആക്കിയ കുറെ എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് ഓരോന്ന് ഒട്ടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സൈസിലായിരിക്കണം ഒട്ടിക്കണം. ഓരോന്ന് ഒട്ടിക്കുമ്പോൾ ഇതാ നമ്മളെടുത്ത് ഏറ്റവും വലിയത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തലയായിട്ട് വെക്കണം. ഹെഡ് നമ്മൾ ഈ ലീഫിൽ ഒട്ടിക്കാൻ പോവാണ് ചെയ്യാൻ പോണ. നമ്മളിങ്ങനെ ഇതുപോലെ തല ഒട്ടിച്ച പോലെ നമ്മൾ ഡിഫറെന്റ് സൈസ് ആയിട്ടുള്ളത് വെച്ച് ഒട്ടിക്കേണ്ടതാണ്. കാറ്റർപില്ലറിന് കണ്ണും മൂക്കും വേണ്ടവരൊന്ന് ഒരു തംസപ്പ് ഇട്ട്. നമ്മൾ അടുത്തത് കാറ്റർപില്ലറിന് കൊടുക്കാൻ പോണ കണ്ണും മൂക്കുമാണ്. ഇതിന് നമ്മള് ഇതുപോലൊരു കണ്ണിന്റെ ഒരു സാധനം നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അതുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ പേപ്പറിൽ വരച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മള് ഇത് തലയുടെ ഭാഗത്തേക്ക് ഇത് ഒട്ടിച്ചു വെക്കുന്നു. ഇതോ ചെറുതായിട്ട് കരയുന്നുണ്ട്, അത് നോക്കരുത്. കാറ്റർപില്ലറിന്റെ മുകളിലുള്ള ഈ കൊമ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് നമ്മളൊരു പേനയില് കുറച്ച് നീണ്ട പേപ്പർ എടുത്ത് ചുറ്റിയിട്ട് ഇത് ചെയ്യേണ്ടതാണ്. എന്നിട്ട് കണ്ണിന്റെ അടുത്തായിട്ട് 2 എണ്ണം വെക്കുക. ഇതാ ഇപ്പൊ ഇലയിൽ കാറ്റർപില്ലർ ഇരിക്കണ കാണാൻ നല്ല ഭംഗിയില്ല. ഇഷ്ടപ്പെട്ടവരൊരു തംസ് ഇട്ടെ, ചെറുതായിട്ട് കാണാൻ. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാ. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണാലും. നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് ഒട്ടിച്ച് അവസാനം ഇങ്ങനെ ആയി. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. പിന്നെ ഇല നിൽക്കുന്നില്ലാത്തവർക്ക് ഇലയുടെ അടിയിൽ കാർഡ്ബോർഡ് ഈ ഷേപ്പിൽ വെട്ടി ഒട്ടിച്ച് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടോ ഞാൻ ചോദിക്കാം. ഹലോ, ഇഷ്ടപ്പെട്ടു? അടുത്ത ആഴ്ച ഇതെല്ലാവരും ചെയ്തു വന്നിട്ട് ജോയിൻ ചെയ്യുന്നവര് കാണിക്കണം. ഓക്കെ, ബൈ. ജോഷയുടെ കാറ്റർപില്ലർ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എളുപ്പല്ലേ നമുക്ക് ഉണ്ടാക്കാൻ? അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കിയിട്ട്
നല്ല ഭംഗിയിൽ ഉണ്ടാക്കണം. ഇതിപ്പോ ജോഷ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭംഗിയിൽ ഉണ്ടാക്കി നിങ്ങൾ നല്ല വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഇട്ടിട്ടില്ലേ ഗ്രൂപ്പില്, അതിൽ ആ. അപ്ലോഡ് ചെയ്യോ? ആ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെയെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞേ? മനോജ് അച്ഛൻ. മനോജച്ചനെ നമുക്ക് വിളിക്കാം. മനോജച്ചൻ നിങ്ങളോട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് വിടും. അടുത്ത ആഴ്ച ഉറപ്പായിട്ട് ഞാൻ വരും എന്നുള്ളവരൊന്ന് തമ്പിട്ടെ. ഓക്കെ, എല്ലാരും കാണിച്ചപ്പോ എല്ലാരും മുടങ്ങാതെ കയറണം കേട്ടോ, എന്നാലും നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ ഈ ആഴ്ച കയറി പിന്നത്തെ ആഴ്ച കുറച്ച് പേര് കയറി അങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്കല്ല, എല്ലാ ആഴ്ചയും പരമാവധി നിങ്ങൾ യാത്രയിലാണെങ്കിലും നിങ്ങൾക്ക് വണ്ടിയിലിരുന്ന് ഒക്കെ ജോയിൻ ചെയ്യത്തില്ലേ? എവിടെ പോയാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം മനോജച്ചാ ഇവരൊക്കെ മനോജായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആണോ? കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാം. കേൾക്കാം അച്ഛാ. ഈശ്വര മിശിഹായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്വീകരിക്കട്ടെ. സുഖാണോ എല്ലാവർക്കും? ആ. സുഖാണോ? നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കി. കണ്ടിട്ടുള്ളവര്, ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുള്ളവര്, ഇപ്പോഴല്ല ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുള്ളവര്. ഓക്കെ ഓക്കെ. ചേച്ചി പറഞ്ഞു എന്റെ പേര് മനോജ് എന്നാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. കൊച്ചു കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ കുറെ ക്ലാസ്സുകൾ കേട്ടു, കുറെ കാറ്റഗറികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി, ക്രാഫ്റ്റ് ഒക്കെ ചെയ്തു. എനിക്കൊന്ന് പാട്ട് പഠിച്ചില്ലേ? ഇന്നിപ്പോ പാട്ട് പഠിച്ചിരുന്നില്ലേ? ഓക്കെ, അതുകൊണ്ട് ഞാൻ വേറെ പാട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ആൻമരിയ 100 ആടുള്ളവരിടയും പഠിപ്പിച്ചു. അയ്യോ, അതൊക്കെ നമ്മുടെ ഫേവറേറ്റ് പാട്ടാണ്, 100 ആട്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം എപ്പോഴും നമ്മള് പഠിക്കാനിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ നടക്കുമ്പോഴോ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളെ പള്ളി ചെല്ലുമ്പോഴൊക്കെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്ത്? നമ്മള് എഴുന്നേൽക്കുമ്പോ ഏറ്റവും നമ്മൾ കുരിശ് വരയ്ക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ശരിക്കും എങ്ങനെ നമ്മൾ കുരിശ് വരയ്ക്കാറ്? നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് കുരിശ് വരച്ചാലോ? ഒന്ന് കുരിശ് വരച്ച് തമ്പുരാനെ ഒന്ന് വരച്ചെല്ലാവരും ചൊല്ലിട്ടല്ല, ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. തമ്പുരാനെ പുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും ഓക്കെ, നമ്മൾ എത്ര പേര് പള്ളി ചെല്ലുമ്പോ ഇതേപോലെ വ്യക്തമായിട്ട് കുരിശ് വരയ്ക്കാറുണ്ട്? ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതായത് നമ്മൾക്ക് അച്ഛന്മാര് നമ്മളെ ബ്ലെസ് ചെയ്യില്ലേ, അച്ഛന്മാര് നമ്മൾ തള്ളി കഴിച്ച് ബ്ലെസ് ചെയ്യില്ലേ, അതേപോലെ ഒരു പവർഫുൾ ആയിട്ടൊരു ബ്ലെസ്സിങ് ആണ് നമ്മൾ ഈ കുരിശ് വരയ്ക്കല് കേട്ടോ. ഇത് എന്താണെന്നറിയാവോ? അതായത് ഈ കുരിശ് വരയ്ക്കുന്നതിന് അർത്ഥം അറിയാവോ? മീനിങ് അറിയാവോ? ഇല്ല. അത് നമ്മള് നമ്മൾ കുരിശ് വരയ്ക്കുന്ന കൈ കൂപ്പി, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുരിശ് വരയ്ക്കുന്ന എവിടെയാ? നെറ്റിയില് അല്ലെ? നെറ്റി എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ തല, നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവുകള്, നമ്മുടെ ചിന്ത അല്ലെ? ശരിക്കും നമ്മുടെ പ്രവൃത്തിയൊക്കെ വരുന്നത് എവിടെ നിന്നാ? നമ്മുടെ ബുദ്ധിയിൽ നിന്നാ അല്ലെ? പഠിക്കുന്നത് എങ്ങനെയാ? പഠിക്കുന്നത് എല്ലാം കയറുന്നത് എവിടെയാ? ബുദ്ധിയിലാണ്. ഔട്ട്പുട്ട് വരുന്ന എവിടെ നിന്ന്? എല്ലാം ബുദ്ധിയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോയെ, എന്റെ ബുദ്ധിയെ, എന്റെ അറിവിനെ, എന്റെ ചിന്തകളെ, എന്റെ മനോഭാവങ്ങളെ നീ വിശുദ്ധീകരിക്കുന്ന കുരിശ് വരച്ച്. കുരിശിന്റെ അടയാളം എന്താ അറിയോ? മഹത്വത്തിന്റെ അടയാളം കുരിശ്. ഈശോ നമുക്ക് രക്ഷ നൽകിയത് എങ്ങനെയാ? കുരിശ് വഴിയല്ലേ? അപ്പം നമ്മൾ ഈ കുരിശ് വരച്ച ആ ബോധ്യത്തോടു കൂടി കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ കുറവുകളൊക്കെ ഇങ്ങനെ കുരിശ് വരച്ച് വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് കുരിശുകൊണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കുരിശ് എവിടെ വരയ്ക്കുന്നേ? വിശുദ്ധത്തിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ. എവിടെ വരയ്ക്കുന്നേ? മൂക്കത്താണോ? മൂക്കിലാണോ? അല്ല. താടിയിലാണോ? താടിയിലോ? താടിയിലല്ല. നമ്മുടെ ചുണ്ടുകളില്. ചുണ്ട് എന്തിനാ സൂചിപ്പിക്കുന്നത് അറിയാവോ? നമ്മുടെ സംസാരം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, നമ്മുടെ സംസാരം, മറ്റുള്ളവർ സംസാരിക്കുന്നത്, പെരുമാറുന്നത്, ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാം നമ്മൾ അതിന് സൂചിപ്പിക്കുക. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവർ സംസാരിക്കുന്നത്, കുറ്റം പറയാതിരിക്കാൻ, നുണ പറയാതിരിക്കാൻ, ചീത്ത പറയാതിരിക്കാൻ. കർത്താവേ, ഇന്ന് എന്നെ നീ വിശുദ്ധീകരിക്കണമേ. നല്ലത് മാത്രം സംസാരിക്കാൻ, നന്മ മാത്രം സംസാരിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്റെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പം ആദ്യം അവിടെ കുറിച്ച് വരച്ചത് നമ്മുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് വരച്ചത്. റൈറ്റ്?
ഓക്കെ. രണ്ടാമത് Okay. നമ്മുടെ രണ്ടാമത് പരിസ്ഥിതി എവിടെയാ? നമ്മുടെ സംസാരത്തെ, ചുണ്ടിൽ. നമ്മുടെ ഔട്ട്പുട്ട്. ചുണ്ടിൽ. ചുണ്ടില് നമ്മുടെ അധരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകള് ഒരിക്കലും നല്ലത് മാത്രം, ഒരിക്കലും ചീത്ത പറയാതിരിക്കാൻ, ഈശോക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ കുരിശ് എവിടെയാ വരയ്ക്കുന്നേ? കഴുത്തിലാണോ? അല്ല. വയറിലാണോ? അല്ല. പിന്നെ എവിടെയാ? നെഞ്ചത്ത്. ആ, നെഞ്ചത്ത്. ഹൃദയത്തിലാണ് വരയ്ക്കുന്നത് അല്ലെ? ഹൃദയം എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയം, നമ്മൾ മറ്റോട് സ്നേഹിക്കുന്നത് എങ്ങനെയാ? ഹൃദയത്തിലൂടെ അല്ലേ? ഹാർട്ട്ലി നമ്മൾ ഹൃദയത്തിലൂടെയാണ് നമ്മൾ സ്നേഹിക്കുക അല്ലെ? അപ്പൊ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, വിചാരങ്ങളെ, വികാരങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കണമെന്ന് നമ്മളെ കുരിശ് വരയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തന്നെ പിതാവിന്റെയും പുത്രന്റെയും അവസാനത്തെ ഒരു കുരിശില്ലേ, ശരീരം മൊത്തം വിശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ അറിഞ്ഞ് നമ്മൾ കുരിശ് വരയ്ക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ വിശുദ്ധരായി മാറും. നിങ്ങൾക്ക് വിശുദ്ധരാകാൻ ഇഷ്ടമാണോ? നിങ്ങൾക്ക് വിശുദ്ധരാകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? നിങ്ങൾ വിശുദ്ധരാകോ? ഉറപ്പാണോ? എല്ലാവരും വിശുദ്ധരാകും. ഞാനും വിശുദ്ധരാകും. നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധനും വിശുദ്ധിയൊക്കെ ആകും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മള് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കോ? കാരണം അറിയാം, ഇപ്പൊ നമ്മൾ ഈ കുരിശ് വരയ്ക്കുമ്പോ നമ്മൾ തന്നെ എന്റെ കർത്താവ് എന്റെ ചിന്തകളെ, എന്റെ അറിവിനെ, എന്റെ ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കണം. എന്റെ സംസാരത്തെ, എന്റെ പെരുമാറ്റത്തെ, മറ്റുള്ളവരോട് ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും ഈശോക്ക് ഇഷ്ടമില്ലാതെ എന്റെ അടുത്ത് സംസാരിക്കരുത്. കർത്താവെ എന്നെ ഇതൊരു ബന്ധന പ്രാർത്ഥനയാണ് കേട്ടോ. ഇതൊരു ഡെലിവറൻസ് പ്രയർ ആണ്. പിന്നെ എന്റെ ഹൃദയത്തെയും വിശുദ്ധീകരിക്കും. എന്റെ ചിന്തകളെ, എന്റെ ആഗ്രഹങ്ങളെ, എന്റെ സ്വപ്നങ്ങളെ, എന്റെ വിളിയെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഇത് എന്നിട്ട് പിതാവിന് അത് എന്റെ ശരീരത്തെ പൂർണ്ണമായിട്ട് ഈശോ കൊടുത്ത് കുരിശിനാല് വിശുദ്ധീകരിക്കപ്പെടുക ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴും എവിടെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈ കുരിശ് വരച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് വിശുദ്ധരായി മാറും കേട്ടോ. വിശുദ്ധരായി മാറും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പേരിന്റെ മുമ്പിൽ ST സെയിന്റ് നമ്മുടെ നിങ്ങളുടെ പേരിട്ട് ഇങ്ങനെ വായിക്കും. നിങ്ങൾ തന്നെ വായിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് 2 ടാസ്ക് എന്തായിരുന്നു? ഒന്ന്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പും ബെഡിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ ഈ കുരിശ് വരച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവിന്റെ ബുദ്ധിയെ, സംസാരത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കുരിശ് വരയ്ക്കോ ഇനി മുതല് കേട്ടോ. ഇനി ഞാൻ എപ്പോ കണ്ടാലും നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പം ഇത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറണം. കാരണം ഈ കുരിശ് വരച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കും. ഡെയിലി നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഈശോ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കും, നിങ്ങൾ വിശുദ്ധീകരിക്കും കർത്താവ്. അങ്ങനെ നിങ്ങളൊരു വിശുദ്ധരായി മാറും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ഒന്ന് അതാണ്. രണ്ടാമത്തെ ഒരു ടാസ്ക് ഞാൻ തരാം. നിങ്ങൾ വീട്ടിൽ കുരിശ് വരയ്ക്കാറില്ലേ? പ്രാർത്ഥിക്കാറില്ലേ? സ്വന്തം എല്ലാവരും അല്ലേ? ഉണ്ടല്ലോ. ഓക്കെ. ഇനി എനിക്കറിയാം നിങ്ങൾ ചെയ്യാറുണ്ട്. എന്നാലും ആ ടാസ്ക് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഒരു ടാസ്ക് ഞാൻ തരാം. നിങ്ങൾ എത്ര പേര് കുരിശ് വരച്ചു കഴിഞ്ഞിട്ട് പപ്പയും മമ്മയും സ്തുതി കൊടുക്കാറുണ്ട്? എല്ലാരും കൊടുക്കാറുണ്ട്. എത്ര പേര് പപ്പയും അമ്മയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാറുണ്ട് സ്തുതി കൊടുക്കുമ്പോ? വെരി ഗുഡ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഇനി മുതല് പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി കൊടുക്കുമ്പോ പപ്പയും അമ്മയും കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് വേണം സ്തുതി കൊടുക്കാനായിട്ട് കേട്ടോ. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കുരിശ് വരയ്ക്കുക. 2, നിങ്ങൾ സ്തുതി കൊടുക്കുമ്പോൾ പപ്പയും അമ്മയും കെട്ടിപ്പിടിച്ച് സ്തുതി കൊടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ അമ്മ നിങ്ങൾക്ക് ഭക്ഷണം തരൂല്ലേ? ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ഭക്ഷണമാണെങ്കിൽ എപ്പോഴും, നല്ല ഭക്ഷണം ആയിക്കോട്ടെ, അത്യാവശ്യം ഭക്ഷണം നല്ലതാണെങ്കിൽ നല്ല ഭക്ഷണമാണെന്ന് പറയണം. അമ്മയോടെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ ആരോടെ നമുക്ക് ഭക്ഷണം തരുന്നത് ഭക്ഷണം നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. പറയോ? നിങ്ങൾക്ക് ആര് തന്നാലും, ഇപ്പൊ നിങ്ങൾ ആന്റിയുടെ വീട്ടിൽ പോയില്ലെങ്കിൽ കസിന്റെ വീട്ടിൽ പോയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം തരണമെങ്കിൽ ആന്റി ഭക്ഷണം നന്നായിരുന്നു കേട്ടോ എന്ന് പറയണം കേട്ടോ. കാരണം നല്ലത് കണ്ടപ്പോഴും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഓക്കെ ഓക്കെ. ഇനി ഇന്നൊരു വിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ആരുടെയാണെന്ന് അറിയാവോ? ഔസേപ്പിതാവ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എന്തുകൊണ്ടെന്ന് അറിയാവോ? എന്തുകൊണ്ട് ഔസേപ്പിതാവിനെ ഇത്രയും നമ്മള് സ്നേഹിക്കുന്നതെന്ന് അറിയാവോ? അല്ലെങ്കിൽ സാധാരണ വിശുദ്ധരേക്കാൾ അപ്പുറമായിട്ട് മാതാവ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഔസേപ്പിതാവ്. എന്തുകൊണ്ടെന്ന് അറിയാവോ? ഒന്ന് ഈശോയുടെ വളർത്തുപിതാവായിരുന്നു. രണ്ടത്തെ ഒരു കാര്യം അറിയോ? പുള്ളി ഒരു വിശുദ്ധനൊരു നീതിമാനാണെന്ന് പറയാറുണ്ട്, അല്ലേ? നീതിമാനാണെന്ന് പറയുന്നത്. ബൈബിൾ ഇങ്ങനെ ഔസേപ്പിതാവിനെ സൂചിപ്പിക്കുന്നത് നീതിമാനായിരുന്നു എന്ന് പറയുന്നത്. ഒരു പ്രത്യേകത അറിയാവോ? മാതാവിന്റെ അടുത്ത് ഈ ഈശോയുടെ ജനത്തെ പറ്റി പറയുന്നത് ആരാണ് വന്ന് പറയുന്നത്? മാതാവിന്റെ അടുത്ത് ഈശോയുടെ ജനത്തെ പറ്റി വന്ന് പറയുന്നത് ആരാണ്? മാലാഖയാണ്. ഏത് മാലാഖ? ഗബ്രിയേൽ മാലാഖ. എന്നാൽ ഈശോയുടെ ജനത്തെ പറ്റി ഔസേപ്പിതാവിനോട് വന്ന് പറയുന്ന ആരാ? ആര്? മാതാവോ? മാതാവിനെ പറ്റി ഔസേപ്പിതാവിന്റെ അടുത്ത് മാതാവ് ഗർഭിണിയാണെന്നും ഈശോയുടെ ജനത്തെ പറ്റി ഔസേപ്പിതാവിന് മെസ്സേജ് കൊടുക്കുന്നത് ആരാണ്? അല്ല. അത് മാതാവിന്. ഔസേപ്പിതാവിന് എങ്ങനെ കിട്ടിയത് അറിവ്? ഈ ഒരു മെസ്സേജ് എങ്ങനെ കിട്ടിയേ? ആരോ പറഞ്ഞു സ്വപ്നത്തിലൂടെയാണ്. സ്വപ്നത്തിലൂടെയാണ് ഔസേപ്പിതാവ് അറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. മാതാവിനോട് ഗബ്രിയേൽ മാലാഖ എന്ന് പറയും, ഔസേപ്പിതാവിനോട് സ്വപ്നത്തിലൂടെ. ദൈവഹിതം സ്വപ്നത്തിലൂടെയാണ് ഔസേപ്പിതാവിന് കൊടുക്കുന്നത്. പക്ഷെ മാതാവിന് തന്നെ കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ഔസേപ്പിതാവ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് സ്വപ്നത്തിൽ കണ്ടത് പോലും ദൈവഹിതമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റിയത്. ഒന്നുകൂടി പറയാം, ഔസേപ്പിതാവ് ഒരു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായത് കൊണ്ടാണ് സ്വപ്നത്തിൽ കണ്ടത് പോലും ദൈവഹിതമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റിയത്. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലും വളർന്നു വരുമ്പോ നമുക്കുണ്ടാകുന്ന ഈ കുറെ പ്രചോദനങ്ങളൊക്കെ ഇല്ലേ, നമുക്കുണ്ടാകുന്ന ചില ഇൻറ്റ്യൂഷൻസ്, അത് ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ, നമ്മളൊക്കെ വിശുദ്ധരാകണമെങ്കിൽ ഔസേപ്പിതാവിനെ പോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരിക്കണം. ക്ലിയർ ആണോ? പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കത്തുള്ളൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കത്തുള്ളൂ. നമ്മൾ വിശുദ്ധരാകണ്ടേ? ആകണോ? നമ്മുടെ പേരിന്റെ മുമ്പിൽ ഇങ്ങനെ എസ് ടി എന്നിട്ടൊക്കെ വിളിക്കണ്ടേ മറ്റുള്ളവര്? അവളൊരു വിശുദ്ധയായിട്ട് കുട്ടിയാണോ, അല്ലെങ്കിൽ അവനൊരു വിശുദ്ധയായിട്ടുള്ള കുട്ടിയാണോ എന്ന് മറ്റുള്ളവർ പറയണ്ടേ? നമ്മുടെ ജീസസ് യൂത്തിലേക്ക് നമ്മുടെ ഈ ഇടയ്ക്ക് മരിച്ചുപോയൊരു കൊച്ചുണ്ട്, ക്യാൻസർ വന്ന് മരിച്ചുപോയൊരു കൊച്ചില്ലേ, ഒരു യൂത്ത് ആയിട്ടൊരു കൊച്ചുണ്ടല്ലോ, ആരെന്നറിയാവോ? അജ്ന ജോർജ്. എല്ലാവരും വിശുദ്ധയായിട്ട് കാണുന്ന ഒരു കുട്ടിയാണ്. കാരണം അവളുടെ ജീവിതം അങ്ങനെയായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കും അതേപോലെ ആകണ്ടേ? മറ്റൊരു വിശുദ്ധയാകണ്ടേ? വേണോ? ഓക്കെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച്, എല്ലാവരും ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണടച്ചേ. എല്ലാവരും ഈശോയുടെ കുഞ്ഞ് വിശുദ്ധരാകാൻ വേണ്ടി വിളിച്ചു വിടുക, അല്ലേ? എന്നിട്ട് നമ്മുടെ പപ്പയും മമ്മിയും ഒന്നും മനസ്സിൽ കണ്ടേ. പപ്പയുണ്ട്, മമ്മിയുണ്ട്, വീട്ടില് നമ്മുടെ സഹോദരങ്ങളുണ്ട്. എല്ലാവരും കണ്ണടയ്ക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകാൻ വേണ്ടി തന്നെയാണ് ഈശോ നമ്മൾ വിളിച്ചേക്കുന്നത്. നമ്മൾ ജനിച്ചത് എന്തിനാ? വിശുദ്ധരാകാൻ വേണ്ടിയാ. കുറെ കുറുമ്പുകളൊക്കെ നമുക്കുണ്ട്, അല്ലെ? കുറെ കുറുമ്പുകൾ നമുക്കുണ്ട്, വികൃതികളുണ്ട്, കുഞ്ഞു വാശികളുണ്ട്. പക്ഷെ ഈശോയ്ക്ക് അറിയാം. ഈശോയോട് പറഞ്ഞാൽ മതി, ഈശോയെ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറയുക കേട്ടോ. നമുക്ക് ഒരുമിച്ച് നമുക്ക് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുകളോട് ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരിശുദ്ധ അമ്മയുടെ വിമലത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു കുറവുകളിലും ബലഹീനതകളിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലും നമ്മുടെ വികൃതികളിലും ഒക്കെ മാതാവിന്റെ വലിയൊരു മാധ്യസ്ഥം ഉണ്ടാകുവാൻ, സകല വിശുദ്ധരുടെ മാധ്യസ്ഥം ഉണ്ടാകുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്. എല്ലാവരും കൈ ഊപ്പിടിച്ച് എല്ലാവരും കണ്ണടച്ച് കൈ ഊപ്പിടിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ദൈവമേ, കുഞ്ഞുമക്കൾ എല്ലാവരും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇവരുടെ കുറവുകളിലും ബലഹീനതകളിലും കർത്താവെ, അവരുടെ നിറവുകളിലും അവരുടെ കഴിവുകളിലും യോഗ്യതകളിലും ഒക്കെ നിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകണമേ. അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഇവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പഠനങ്ങളെ, ഇവരുടെ കുഞ്ഞു ഇവരുടെ ജോലികളെ, ഉത്തരവാദിത്തങ്ങളെ, ശുശ്രൂഷകളെ, അവരായിരിക്കുന്ന കുടുംബങ്ങളെ ഒക്കെ കർത്താവ് നീ അനുഗ്രഹിക്കണം, വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുത്തിന്റെ വലിയ യോഗ്യതയാല് തിരുമുറുകളുടെ യോഗ്യത, തിരുസമുദ്ര പാദമരോ എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ വിശുദ്ധീകരിക്കണം, അനുഗ്രഹിക്കണമേ. സകല വിസ്തരെ മാലകമാരി മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കുന്ന പരിശുദ്ധമ്മേ മാതാവേ, നീലമേലേക്ക് കൊണ്ടുപോകും സംരക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായി പരിശുദ്ധമ്മേ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. പിന്നെ കാണാം കേട്ടോ രാജ, പിന്നെ കാണാം കേട്ടോ രാജ. നമുക്ക് അച്ഛന് വേണ്ടി, അച്ഛന്റെ കാലൊക്കെ വയ്യാണ്ടിരിക്കാം, നമുക്ക് അച്ഛന് വേണ്ടിയിട്ട് ഒരു നന്മ പറഞ്ഞറിയും എല്ലാവർക്കും കൂടി ചെല്ലിയാലോ? അച്ഛന്റെ കാല് പെട്ടെന്ന് സുഖാവാനായിട്ടേ. ആരാ സ്റ്റാർട്ട് ചെയ്യണതാ? നിങ്ങൾ തന്നെ ചെല്ലിക്കാം. Thank you. All the best. God bless you. Welcome. അപ്പൊ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണണ്ടേ? അടുത്ത ആഴ്ച വരുമ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്, നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വരണം. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പറഞ്ഞ യോസേപ്പിതാവിന്റെ തിരുനാളാണ്, മാതാവിന്റെ കാര്യം പറഞ്ഞു, വണക്കമാസം തുടങ്ങണം. അപ്പൊ നമ്മൾ പാരന്റ്സിനെ കുറിച്ച് പഠിച്ചത് അല്ലേ? പാരന്റ്സിനെ നമ്മൾ സ്നേഹിക്കണം, റെസ്പെക്ട് ചെയ്യണം, ഒബേ ചെയ്യണം ഒക്കെ പറഞ്ഞു. അപ്പം അടുത്ത ആഴ്ച നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കും, പുതിയ പാട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച എല്ലാവരും വരില്ലേ? നിങ്ങളുടെ കസിൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ലിങ്ക് അയച്ചു കൊടുക്കണം. കസിൻസിനും ഫ്രണ്ട്സിനും ലിങ്ക് അയച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ, ബൈ ബൈ. ചെയ്തിടണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.